പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട മുണ്ടക്കൈ ഭാഗത്തേക്ക് അവർ പോകും എന്നുള്ളത് തന്നെയാണ്. ബെയിലി പാലത്തിലേക്ക് അടുത്തേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒപ്പം KC വേണുഗോപാലുമുണ്ട്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ വയനാട്ടിൽ എത്തിയിരിക്കുന്നു. ചൂരൽമല ടൗണിലൂടെ ഇപ്പോൾ ബെയിലി പാലത്തിനടുത്തേക്ക് നേതാക്കൾ നീങ്ങി എന്നാണ് സുജയ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നും പാലം വഴി, താൽക്കാലിക പാലം വഴി ബെയിലി പാലത്തിലൂടെ അപ്പുറത്ത് കടക്കും. മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനം, അവിടുത്തെ തിരച്ചിൽ നേരിട്ട് കാണാൻ രാഹുൽ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷം ക്യാമ്പുകളിലേക്കും അദ്ദേഹം പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ക്യാമ്പുകളിലാണല്ലോ പോകേണ്ടത്. അവിടെയുള്ള ജനങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നഷ്ടപ്പെട്ടവർ, എല്ലാം നഷ്ടപ്പെട്ടവർ, ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, അനാഥരായവർ, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നേതാക്കൾ കേൾക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മുബഷീർ P. അക്ബർ ഇവിടെ ഈ ബെയിലി പാലത്തിനടുത്തുണ്ട്. മുബഷീർ, എന്താണ് അവിടെ കാഴ്ച കാണാൻ പറ്റുന്നത്? ബെയിലി പാലത്തിൽ അപ്പുറത്ത് മുണ്ടക്കൈയിലേക്ക് പോകും രാഹുൽ എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ സമയത്തിൽ മുമ്പ് രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയും രാഹുലിനോടൊപ്പമുണ്ട്. ഇപ്പോൾ അദ്ദേഹം താൽക്കാലികമായി നിർമ്മിച്ച ഈ ഒരു പുഴക്ക് കുറുകെയുള്ള പാലത്തിലൂടെ തൊട്ടപ്പുറത്തേക്ക് കടക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ ദുരന്തബാധിത മേഖലകൾ, ചൂരൽമല കടന്നുള്ള മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് അദ്ദേഹം പോകുന്നത്. ആ ഒരു മേഖല അദ്ദേഹം സന്ദർശിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. ഇവിടെ നിന്നും ഏകദേശം പുഴ മുറിച്ചു കടന്നാൽ ഏകദേശം 3.5 കിലോമീറ്ററോളം അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് എന്നുള്ളതാണ്. ആ മുകൾ ഭാഗത്താണ് മുണ്ടക്കയം ഉൾപ്പെടെയുള്ള മേഖല സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ആ ഒരു മേഖലയിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സന്ദർശനം നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അദ്ദേഹം ഈ ഒരു ബെയിലി പാലം നടക്കുന്ന മേഖലയിലെത്തി ഇവിടെയുള്ള സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയതിനു ശേഷമാണ് ആർമി ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ച പുഴക്ക് കുറുകെയുള്ള പാലത്തിലൂടെ തൊട്ടപ്പുറത്ത് എത്തിയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ പാലത്തിനപ്പുറത്ത് അദ്ദേഹം എത്തിക്കഴിഞ്ഞോ. ഇനി സ്വാഭാവികമായും മുണ്ടക്കൈ ഭാഗത്തേക്ക് തന്നെയാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന നിരവധി രക്ഷാപ്രവർത്തകരുണ്ട്. കരസേനയോടൊപ്പം ചേർന്നുകൊണ്ട് ആ ഒരു മേഖലയിൽ നിന്ന് ഇപ്പോഴും മൃതദേഹം കണ്ടെടുക്കുന്നൊരു സാഹചര്യം ഉൾപ്പെടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു മേഖലയിലെത്തി അവിടെയുള്ള പ്രദേശവാസികളൊക്കെ തന്നെ ആശ്വസിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിലുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അദ്ദേഹം ഈ ഒരു പുഴയുടെ അപ്പുറത്തെ വശത്ത് എത്തിയിട്ടുണ്ട്. T. സിദ്ദീഖ് MLA അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച് നൽകുന്നതാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴ ഇടവിട്ട് പെയ്യുന്നൊരു സാഹചര്യവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയോടൊപ്പമുണ്ട്. എന്തായാലും ഇവിടെയുള്ള സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തി അത് മനസ്സിലാക്കിയതിനു ശേഷമാണ് അദ്ദേഹം മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൂരൽമലയിലൂടെയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. നിലവിൽ നമുക്കറിയാം ഇവിടെ ഇപ്പോഴും ആർമിയുടെ നേതൃത്വത്തിൽ ഇവിടെ ബെയിലി പാലം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഏകദേശം 2 മണിയോടുകൂടി തന്നെ പാലം തുറന്നു കൊടുക്കുമെന്നുള്ളതാണ്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ആർമി ഉദ്യോഗസ്ഥർ രാഹുൽ ഗാന്ധിയോടും സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു പ്രശ്നബാധ്യത, അതായത് ദുരന്തം ഉൾപ്പെടെ സംഭവിച്ച ഇതിൻ്റെ ഉത്ഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന അട്ടമല ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പഞ്ചാരമുക്ക് ഉൾപ്പെടുന്ന മേഖലയിലേക്ക് അദ്ദേഹം എത്തുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. നിലവിൽ അദ്ദേഹം T. സിദ്ദീഖ് MLA സംസാരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. T. സിദ്ദീഖ് MLA ഇവിടെ നിലവിലെ സാഹചര്യം, ഈ പാലം നിർമ്മിച്ചാൽ അതിലൂടെ സ്വാഭാവികമായും കൂടുതൽ സ്മൃതി അദ്ദേഹം മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചൂരൽമല ഭാഗത്ത് തന്നെ ബെയിലി പാലം നിർമ്മാണം നടക്കുന്ന മേഖലയിൽ നിന്നും അദ്ദേഹം ഈ ഒരു മേഖല സന്ദർശിച്ചതിനു ശേഷം തിരിച്ചു വരുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും പ്രിയങ്ക ഗാന്ധിയുണ്ട് മുന്നിൽ. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് ഈ ചൂരൽമല കടന്നുകൊണ്ട് ബെയിലി പാലം പുരോഗമിക്കുന്ന മേഖലയിലെത്തി ഇവിടെയുള്ള സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയൊരു പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്നത് അത് വളരെ ശ്രമകരമാണ്. കാൽമുട്ടോളം ചെളി നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യം, അതൊരു പക്ഷേ അങ്ങോട്ടേക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ തന്നെ തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ടാണ് അതിന് സാധിക്കാത്തത്. അതുകൊണ്ട് ആ ഒരു തീരുമാനം ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്തായാലും ഈ ദുരന്തബാധിത മേഖലയുടെ ഒരു അറ്റമെന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ചൂരൽമലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവിടെ സന്ദർശനം നടത്തിയതിനു ശേഷം മടങ്ങുന്ന കാഴ്ചയാണ്
നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുണ്ടക്കൈ ഭാഗത്തേക്കുൾപ്പെടെ അവർ പോകുന്നില്ല എന്നുള്ളതാണ്. മുണ്ടക്കൈയിൽ ഇനി ഒന്നുമില്ല, അവിടെ തുടച്ചു നീക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മൃതദേഹങ്ങൾ പുറത്തെത്തിക്കുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ ഇനി അവിടെ ബാക്കിയുള്ളത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു, എങ്ങനെയൊക്കെയാണ് ഇവിടെ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയായത്, ഇതൊക്കെ രാഹുൽ, പ്രിയങ്ക നേതാക്കൾ രണ്ടുപേരും നോക്കിക്കണ്ടിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഇവർ ക്യാമ്പുകളിലേക്ക് പോകുമോ എന്നുള്ളതാണ്.